ഹരീഷിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് പഴയ കാലത്തെ കാട്ടൂർ തറവാട്ടിലെ ഒരു കാര്യസ്ഥനാണ്. മുന്നാരിക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്ന നായര് കാര്യസ്ഥൻ. തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു സത്യസന്ധനായ കാര്യസ്ഥൻ. എടുക്കുന്ന പണിക്ക് 100% കൂറ് കാട്ടി ഉള്ളൊരു കാര്യസ്ഥൻ. നമ്മൾ പഠിച്ചെങ്ങനെയാണ് അയാള് ഈ പിരിവും കാര്യങ്ങളും നടക്കും കാര്യങ്ങളും നോക്കി നടത്തുന്ന സമയത്ത് അയാൾക്ക് പിന്നെ ഒരു കുറ്റാരോപം പിന്നെ ഇവര് ചാർത്തുന്നത്, പിന്നെ പണിയിൽ അല്ലെങ്കിൽ മറ്റു കണക്കുകളിൽ ഇവര് കുറ്റം ചാർത്തുന്നു. അത് അയാൾക്ക് മാനസികമായി വളരെ വിഷമിക്കുന്നു. ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നൊരു വാങ്ങി. അങ്ങനെ അയാള് പിന്നെ അന്ന് പിന്നെ നമ്മള് പിന്നെ പരാതികളെ പറയില്ല, ദൈവത്തോട്ട് മാത്രമാണ്. കോടതി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നാടുവാഴികളും മറ്റവരും ഭരിക്കുന്ന കാലഘട്ടത്തില്ല, പഴയ കാലഘട്ടം. അപ്പൊ ഇവിടെ പിന്നെ കല്യാണം കഴിഞ്ഞ ദിവസം ഇയാൾക്ക് വളരെയധികം മാനസികമായിട്ട് പരമസാധ്യനായതുകൊണ്ട് മാനസികമായിട്ട് ഭയങ്കര വിഷം വരുന്നത്. അങ്ങനെ വന്നിട്ട് പിന്നെ നടയിൽ ദൈവോട് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് പോലും എനിക്ക് പഴികല്ലേ കിട്ടുന്നു, ദൈവം ഓർക്കുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇതിനകത്താരും പ്രവേശനമില്ല പഴയ കാലത്തന്നെ. അപ്പോൾ മനുഷ്യ പിന്നെ ഇത് സാന്നിധ്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ വന്ന സമയത്ത് ദേവി ആടെ അതിൻ്റെ ഉള്ളിൽ പ്രത്യക്ഷരുണ്ടായതാണ്. അത് ദേവി പിന്നെ പറയുന്നത്, നീ ഇന്നു മുതൽ എൻ്റെ കാര്യസ്ഥനായി, സത്യസന്ധനും പിന്നെ പരമസാധ്യനായ എൻ്റെ കാര്യസ്ഥനായിട്ട് നിലനിൽക്കണം എന്നിട്ട് ഇതിനുള്ള ജീവൻ എടുക്കുന്നു. ഒരു വധം തെളിയോട്. അങ്ങനെ പിറ്റേ ദിവസം അയാളുടെ ശരീരം കാണുന്നു. അതിന് പ്രശ്നചിന്തയിൽ ഇതറിയുന്നു. അതിനെ ഇവിടെ അടക്കം ചെയ്തിട്ട് പിന്നെ തലഭാഗത്തും കാൽഭാഗത്തും മാവിൻ്റെ തൈ നട്ടിട്ട് അങ്ങനെയാന്ന് പൗരാണികമായിട്ടുള്ള കേട്ടറിയും. ഇവിടെ തെയ്യാകുമ്പോൾ ഇങ്ങോട്ട് വരണല്ലോ. പിന്നെ ദൈവക്കരുവെ നിലകൊള്ളുന്നു. പിന്നെ ഈശ്വരൻ പ്രശ്നം പറഞ്ഞു ഇത് ദൈവമായിട്ട് ദേവിയുടെ കാര്യസ്ഥനാണ്. പിന്നെ ദേവിയുടെ കാര്യസ്ഥനാണ്. അന്നത്തെ പിന്നെ കാലഘട്ടല്ലേ, ഇതിലിപ്പോ ഒരു 10-100 കൊല്ലം മുമ്പ് ഇത് കുടുംബനായിരുന്നല്ലോ. അപ്പൊ പഴയ കാലത്ത് ഭയങ്കരമായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ അടക്കം ചെയ്തിട്ട് ദൈവക്കരുവാൻ ഇപ്പൊ പ്രധാനപ്പെട്ട പിന്നെ ദേവനാണ് ഇപ്പൊ ഹരീശ്വരൻ.